ഒരു ദിവസത്തിൽ തന്നെ എത്രയോ തവണ വസ്ത്രം മാറുന്നവരാണ് നമ്മൾ. അല്ലെങ്കിൽ വസ്ത്രം നമ്മൾ പുതുതായി മാസത്തിൽ നമ്മൾ എടുക്കുന്നവരാണ്, നമ്മൾ പെരുന്നാളിലെങ്കിലും വസ്ത്രം എടുക്കുന്നവരാണ്. എന്നാൽ വസ്ത്രം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ദിവസങ്ങൾ ഏതെങ്കിലും പരിഗണിക്കേണ്ടതുണ്ടോ? അതുപോലെ നാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളറുകൾ ഉണ്ടാവും. എന്നാൽ നബിതങ്ങൾ ധരിച്ചിരുന്ന, നബിതങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രത്തിന്റെ കളർ ഏതൊക്കെയാണ്? അതുപോലെ വസ്ത്രം മടക്കി വെക്കുമ്പോൾ ഒരു ദിക്ർ പറഞ്ഞില്ല എങ്കിൽ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച ഒരു അത്ഭുതത്തിന്റെ ദിക്ർ. അതുപോലെ വസ്ത്രങ്ങൾ നാം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയുള്ള വസ്ത്രം നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും അവന് പൊരുത്തപ്പെട്ട രീതിയിൽ മരണപ്പെടുവാനും വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹ് എല്ലാവർക്കും ഖൈർ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെയാണ് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ അധിക സമയം കളയുന്നില്ല. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു ദുആ ചെയ്യണം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, നമുക്കറിയാം നമുക്ക് വസ്ത്രം ധരിക്കുന്നവരാണ് അല്ലേ? വസ്ത്രത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നവരുമാണ്. വസ്ത്രം അത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ തുടങ്ങിയ കാര്യമാണ്. വസ്ത്രത്തിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ രണ്ട് രീതിയിലാണ് പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ലിബാസ്. ലിബാസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇട്ട വസ്ത്രത്തിനാണ് ലിബാസ് എന്ന് പറയുക. സൗബ് എന്ന് പറഞ്ഞാൽ അത് ഊരി വെച്ചിരിക്കുന്ന, ഇടാത്ത അല്ലെങ്കിൽ ഇട്ടതാകട്ടെ ഇടാത്തതാകട്ടെ ശരീരത്തിൽ നിന്നും മാറ്റി വെച്ചിരിക്കുന്ന ഒരു വസ്ത്രത്തിനാണ് സൗബ് എന്ന് പറയുക. ഇത് രണ്ട് പ്രയോഗങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. മനുഷ്യപിതാവാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലാണ് പടച്ചത്. ആദം നബിയെ സ്വർഗത്തിൽ സൃഷ്ടിച്ചപ്പോ ഹവ്വാ ബീവിയെ പടച്ചപ്പോ അല്ലാഹ് പറഞ്ഞു വലാ തഖറബ ഹാദിഹി ഷജറ, ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചരിത്രം അറിയാം. ആ ചരിത്രം നമുക്ക് നൽകുന്നത് പഴം കഴിച്ചു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ്. ഖുർആനിൽ കാണാം, ആ പഴം കഴിച്ചപ്പോ വിവസ്ത്രരായി, ധരിച്ചിരുന്ന വസ്ത്രം ഉരിഞ്ഞു മാറ്റപ്പെട്ടു. അപ്പൊ അതിനർത്ഥം എന്താ? വസ്ത്രം ധരിച്ചിരുന്നു. അതുപോലെ സ്വർഗത്തിന്റെ ഇലകൾ കൊണ്ട് അവർ ഔറത്ത് മറച്ചു എന്നും, അവർ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് വന്നപ്പോ അവരാദ്യം ചെയ്തത് വസ്ത്രം നെയ്യാനായിരുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് വസ്ത്രം നെയ്യാൻ ആദ്യമായി വസ്ത്രം നെയ്തത്. നൂല് ഉണ്ടാക്കിയത് ഹവ്വാ ബീവിയാണെന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന്റെ ചരിത്രം, വസ്ത്രം അത് മനുഷ്യോൽപത്തി മുതൽ തുടക്കമുള്ളതാണ്. അതിന്റെ സ്വഭാവവും മനുഷ്യനോട് വല്ലാത്ത ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് എന്നുള്ളത് സാരം. വസ്ത്രം അത് അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല അനുഗ്രഹമാണ്. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞെന്താ? സൂറത്തുൽ അറാഫിലെ 26-ാമത്തെ ആയത്തിലൂടെ അള്ളാഹ് പറയുന്നു, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷൻ വലിബാസു തഖ്വ ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലകും യദ്ദക്കറൂൻ. നിങ്ങൾക്ക് ശരീരത്തിൽ അണിഞ്ഞായിരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീടിന്റെ സെൽഫുകളിൽ, അലമാരകളിൽ നിങ്ങളൊന്ന് തുറന്നു നോക്കി എത്ര ജോഡി വസ്ത്രങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് എണ്ണമില്ലാതെ ഇട്ടതും ഇടാത്തതുമായ, ചെറുതായതും വലുതായതുമായ വസ്ത്രങ്ങളുടെ വലിയ കൂമ്പാരം നമുക്ക് കാണാം. എന്നാലും നമ്മൾ അങ്ങാടിയിലൂടെ പോകുമ്പോൾ, റോഡിലൂടെ പോകുമ്പോൾ നല്ല വസ്ത്രം കണ്ടാൽ നമുക്ക് വീണ്ടും എടുക്കാൻ തോന്നും. അതങ്ങനെയാണ്, മനുഷ്യൻ അങ്ങനെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ഉടുതുണിക്കും മറുതുണിയില്ലാതെ ജീവിച്ചവരാണ് സ്വഹാബത്ത്. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം എത്രയോ ശരീരത്തിൽ, എത്രയോ വസ്ത്രത്തിൽ അണ്ടം വെച്ച വസ്ത്രമായിരുന്നു. അതുപോലെ ജീവിക്കണമെന്നതിൽ പറഞ്ഞതിനർത്ഥം അവരൊക്കെ വസ്ത്രത്തിന് വേണ്ടി സമയം കളഞ്ഞിരുന്നില്ല. അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരാണ്. വസ്ത്രം അധികരിക്കുമ്പോൾ അതിനൊക്കെ നാളെ പടച്ചവന്റെ കോടതി ഹിസാബുണ്ട്. ആലോചിച്ച് നോക്കിയേ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്രയോ മക്കൾ ഫലസ്തീനിലെ മക്കളെ പോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും യാചിക്കുന്ന കുഞ്ഞു മക്കളെ നമുക്ക് കാണാം. അവർക്കൊക്കെ ഉടുതുണിക്ക് മറുതുണിയില്ല. നമ്മുടെ വീടിന്റെ പരിസരത്ത് യതീമീങ്ങളായ മക്കൾ, അവർക്കൊരു വസ്ത്രമേ ഉണ്ടാവുള്ളൂ. പെരുന്നാളിന് വസ്ത്രം എടുക്കാറില്ല, സ്കൂൾ തുറക്കും വസ്ത്രം എടുക്കാറില്ല. പക്ഷെ നമുക്കങ്ങനെയല്ലല്ലോ. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എത്ര നന്ദി പറഞ്ഞാലും മതി വരൂലാന്ന്. നമുക്ക് നമ്മുടെ മക്കൾക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയില്ല. നമ്മുടെയൊക്കെ കഴിഞ്ഞു പോയ തലമുറകൾ, എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാനൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രം, ആ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രമാണ് എനിക്ക് വാങ്ങി തന്നിരുന്നത്. ഞാൻ അതും ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ആ പ്രിയപ്പെട്ട ഉമ്മ അതിനു വേണ്ടി ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന ഖബറിലാണ്. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഇത് രാവിലെ ഇട്ട വസ്ത്രം നമുക്ക് ഉച്ചയ്ക്ക് മാറാൻ വേറെ വസ്ത്രം, ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കാൻ വേറെ വസ്ത്രം, നാളെ മറ്റൊരു വസ്ത്രം, അങ്ങനെ മാറി മാറി ഉടുക്കാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹം തന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ വസ്ത്രത്തോട് നമുക്ക് ചില മര്യാദകളുണ്ട്.
വസ്ത്രത്തോട് മര്യാദകളുണ്ട്. ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, വസ്ത്രം ധരിക്കുമ്പോൾ നഗ്നത മറയുന്നതാകണം. ഇന്നത്തെ വസ്ത്രത്തിന്റെ അവസ്ഥ എന്താ? വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്. വസ്ത്രത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം കാണാം. ശരിയല്ലേ? ഞാൻ ആരെയും ആക്ഷേപിക്കുക, കുറ്റം പറയുന്നതുമല്ല. നമ്മുടെ മക്കളുടെയൊക്കെ സ്കൂൾ തുറന്നു, അതുപോലെ പെരുന്നാളിന് നമ്മൾ വസ്ത്രം എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. മക്കൾ പറയും നമ്മോടെ നമ്മൾ വാങ്ങിക്കൊടുക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാണ്. പക്ഷെ ഉമ്മമാരെ ഈമാൻ പണയപ്പെടുത്തുന്നവരാകരുത്. വാപ്പമാരെ ഈമാൻ പണയപ്പെടുത്തി നിങ്ങൾ അള്ളാന്റെ കോടതിയിൽ തെറ്റുകാരാകരുത്. മക്കൾ പറയും, അത് മക്കളുടെ ജീവിതത്തിന്റെ രീതികളാണ്. പക്ഷേ ഔറത്ത് മറയുന്ന, നഗ്നത പറയുന്ന, ശരീരത്തിന്റെ വടിവുകളും ഒടിവുകളും ചുളിവുകളും വ്യക്തമായി കാണുന്ന, അത് ഉമ്മമാരാകട്ടെ, സഹോദരിമാരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഔറത്ത് വെളിവാകുന്ന വസ്ത്രം നമ്മൾ ധരിക്കരുത്. നമ്മുടെ മക്കളെ മുട്ടുപൊക്കലിനിടയിൽ ഔറത്താണ്. നമ്മുടെ മക്കൾ ഇപ്പോൾ കുറെ മോഡേൺ ഇറങ്ങിയിട്ടുണ്ട്. തുട വെളിയിൽ കാണുന്ന രീതിയിൽ ഷോർട്സ് എന്നാണ് അതിന് പറയുക. അവരത് ഇട്ടുകൊണ്ടാണ് ബൈക്കിൽ പോവുക. ആൺകുട്ടിയല്ലേ ഉസ്താദെ, പെൺകുട്ടിയല്ലല്ലോ. ആണിനും പെണ്ണിനും ഔറത്ത് ഇസ്ലാമിൽ നിർബന്ധമാണ്. ഔറത്ത് മറച്ചിരിക്കണം. അവൻ ഇരിക്കുമ്പോൾ ആ ഔറത്ത് ചിലപ്പോൾ നിൽക്കുമ്പോൾ മുട്ടിന് തൊട്ട് മുകളിൽ നിൽക്കുമെങ്കിലും, മുട്ടുവരെ നിൽക്കുമെങ്കിലും, അവൻ ഇരിക്കുമ്പോൾ അത് മുകളിലേക്ക് കയറി വന്നാൽ ഔറത്ത് വെളിവായില്ലേ? റബ്ബിന്റെ കോടതി നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പ്രിയമുള്ളവരെ, മലയാളിയുടെ കവിയത്രിയായിരുന്നു മരണപ്പെട്ടു പോയ കമലാസുരയ്യ, അല്ലെ? മാധവിക്കുട്ടി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കമലാസുരയ്യ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വം മരണപ്പെട്ടുമ്പോൾ ധരിച്ചിരുന്ന ഒരു വസ്ത്രമുണ്ട്, പർദ. അതാണ് പർദ. ഇന്നത്തെ പർദ അല്ല, വെറുതെയാണ് ഇന്നത്തെ വസ്ത്രങ്ങൾ, ഇല്ലേ? ആ കമലാസുരയ്യ മാധവിക്കുട്ടി എന്ന് പറയുന്ന കവിയത്രി പറഞ്ഞെന്താ? ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം എനിക്ക് തരുന്ന ഒരു കംഫർട്ട് ഉണ്ട്, ഒരു സുരക്ഷിതത്വമുണ്ട്. അതെനിക്ക് എവിടെ നിന്നും കിട്ടൂല. ഒരു വസ്ത്രത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ്. അവരെ പർദ കണ്ടിട്ടുണ്ടോ? ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടോ? കുറെ ഉണ്ടാവും. വിശാലമായ പർദയാണ്. അവിടെ ഷേപ്പ് ചെയ്യാനും അളവ് മുറിക്കാനും ഒന്നിനും പോയിട്ടില്ല. ഞാൻ ആരെയും കളിയാക്കുകയല്ല, നമ്മുടെ അവസ്ഥ പറയുകയാണ്. സമുദായം ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ ഒരുപാട് വളച്ചൊടിക്കുന്ന, തന്റെ ഇംഗിതത്തിന് വേണ്ടി ദീനിന്റെ നിയമങ്ങളെ വളച്ചൊടിക്കുന്ന കാലഘട്ടമാണ്. ഒന്നാമത് നഗ്നമറയുന്ന വസ്ത്രങ്ങളാകണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നാം നഗ്നത പറയുന്നതാകണം. രണ്ടാമത്തത്, വസ്ത്രം കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. വസ്ത്രം വലിച്ചിഴച്ച് നമ്മൾ നടക്കാൻ പാടില്ല. അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. നിവേദങ്ങൾ പറഞ്ഞെന്താ? മൻകാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തി മിൻ കിബ്ർ. അഹങ്കാരത്തിന്റെ അണുമണി തൂക്കം നിങ്ങളുടെ കൽബിലുണ്ടെങ്കിൽ അത് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശൂലെന്നാണ്. വസ്ത്രത്തെ വലിച്ചിഴച്ചു കൊണ്ട് നടക്കുക, അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കണ്ണങ്കാലിന് മുകളിൽ വസ്ത്രം ധരിക്കണം. നിങ്ങൾ വലിച്ചിഴച്ചു കൊണ്ട് വസ്ത്രം നടക്കല്. മഹാദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ, പെണ്ണുങ്ങൾക്കും ഈ നിയമമാണോ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, ഒരല്പം താഴ്ത്തിക്കൊള്ളട്ടെ, ഒരു അല്പം താഴ്ത്തിക്കൊള്ളട്ടെ, ഒരു ചാൺ താഴ്ത്തിക്കൊള്ളട്ടെ. അപ്പോഴും അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്നാണ്, നബിയെ, ചിലപ്പോൾ ഉയരുമ്പോഴോ താഴുമ്പോഴോ ഉറത്ത് ചിലപ്പോൾ കുറച്ചുകൂടി പൊങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഒരു മുഴം താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അപ്പൊ ഈ നിയമം കണ്ണങ്കാലിന് താഴെ വസ്ത്രം ധരിക്കുക പെണ്ണിന് നിയമമില്ല, ആണിന് നിയമമുണ്ട് എന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസിന്റെ ആശയത്ത് നമുക്ക് മനസ്സിലാക്കാം. കണ്ണങ്ക മുണ്ടുടുക്കുമ്പോ പാൻറ് ധരിക്കുമ്പോ നമ്മൾ എന്തെങ്കിലും പുരുഷന്മാരെ കണ്ണങ്കാലിന് താഴെ വസ്ത്രം ധരിക്കരുത്. അത് നിങ്ങൾക്ക് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടൂല. അള്ളാഹുവിന്റെ നോട്ടം പോലും കിട്ടാത്ത ഇടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത്, സാമ്പത്തിക ശേഷി അനുസരിച്ച് ധരിക്കണം. നമ്മൾ ഒരു പെരുന്നാൾ വന്നാൽ, കല്യാണം വന്നാൽ കടം വാങ്ങിയിട്ടാണെങ്കിലും പ്രശ്നമില്ല, നമ്മൾ വസ്ത്രം വാങ്ങുന്നവരാ. പാടില്ല. നമ്മുടെ സാമ്പത്തിക ശേഷി എന്താണോ അതനുസരിച്ച് നമ്മളത് ചെയ്യണം. സാമ്പത്തികം ഉണ്ടോ അതനുസരിച്ച്, കൂടിയതല്ല എന്നാലും ഒരു മിതത്വം പാലിക്കണം. നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ കടന്നു വന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രമാണ്. നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് സാമ്പത്തികയില്ല? ഉണ്ട് നബിയെ. അതനുസരിച്ച് നിനക്കൊന്ന് ജീവിച്ചൂടെ എന്ന് നബി തങ്ങൾ ചോദിച്ച ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മൂന്നാമത്തത്, സാമ്പത്തികത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് വസ്ത്രം വാങ്ങേണ്ടത്. നാലാമത്തത്, പുരുഷന്മാര് പട്ടും അതുപോലെ കുങ്കുമ നിറത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല. ഏതൊക്കെ വസ്ത്രങ്ങൾ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ. അതുപോലെ അഞ്ചാമത്തത്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കണം. ഉമ്മമാരെ, നിങ്ങൾ പർദ്ദ ഇടുന്നവരാണ്, ചുരിദാർ ധരിക്കും, അതുപോലെ എന്ത് വസ്ത്രം ധരിച്ചാലും, ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, ആര് വസ്ത്രം ധരിച്ചാലും വലതു ഭാഗത്ത് മുന്തിക്കണം. ഉടുപ്പിടുമ്പോൾ പർദ്ദ ഇടുമ്പോൾ വലത്തെ കൈ ഇടുക, കമീസ് ഇടുമ്പോൾ ഷർട്ട് ഇടുമ്പോൾ വലത്തെ കൈ ആദ്യം ഇടുക, ഊരുമ്പോൾ ഇടത്തെ കൈ ഊരുക. അതുപോലെ പാൻറ് ഇടുകയാണ്, പാൻറ് ഇടുമ്പോഴും വലത്തെ കാലിടുക. അതുപോലെ നമ്മൾ എന്ത് വസ്ത്രം ഇട്ടാലും ആദ്യം വലതിനെ മുന്തിക്കണം. മുണ്ടുടുക്കുമ്പോൾ ആദ്യം വലത്തോട്ടാണ് ഉടുക്കേണ്ടത്. മയ്യത്തിന്റെ വസ്ത്രം പൊതിയുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ജീവിതത്തിൽ. എൻ്റെ ഉമ്മമാർ പ്രത്യേകം നമ്മളെ ഭർത്താക്കന്മാരോട് പഠിപ്പിച്ച് തന്നെ കൊടുക്കണം. മക്കളെ പഠിപ്പിക്കണം. മുണ്ട്, ഇത് കേരളീയ വസ്ത്രമാണല്ലോ. വസ്ത്രം ഉടുക്കുമ്പോൾ മുണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ആദ്യം ഇടത്ത് നിന്ന് വലത്തോട്ട് ഉടുക്കണം. മനസ്സിലായില്ലേ? ആദ്യം വലത്തോട്ടാണ്, പിന്നെ വലത്തുനിന്ന് ഇടത്തോട്ട്. ആദ്യം വലതിനെ മുന്തിക്കണം. മുണ്ട് അങ്ങനെയാണ് ഉടുക്കേണ്ടത്. പലപ്പോഴും തിരിച്ചുടുക്കുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് പാടില്ല. ഹറാമാണ് എന്നല്ല, നല്ലതല്ല. വലതിനെ മുന്തിക്കണം. കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം മറ്റൊരു നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, വസ്ത്രം ധരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹു തന്ന അനുഗ്രഹമല്ലേ വസ്ത്രം.
ആ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു മല്ലബിസ സൗബൻ, വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവത എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹുമാ തഖദ്ദമ മിൻ ദൻബിഹി, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ഏതാണ് ആ ദുആ? അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. പടച്ചവനെ ഒരു കഴിവുമില്ല, നീ തന്നതാണ് ഈ വസ്ത്രം, അത് ഞാൻ ധരിക്കാൻ പോവാണ്. ആ വസ്ത്രം എനിക്ക് തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ് വസ്ത്രം ധരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ പുതിയ വസ്ത്രം ധരിക്കണം. പുതിയൊരു വസ്ത്രം, പെരുന്നാളിന് വസ്ത്രം എടുക്കുകയാണ്. ഇവിടെ നമ്മൾ പുതിയത് ധരിക്കുമ്പോൾ നബി തങ്ങൾ വേറെ ദുആയാണ് ചൊല്ലിയിരുന്നത്. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന വസ്ത്രം കഴുകി ധരിക്കുമ്പോൾ ഈ പറഞ്ഞ ദുആ ചൊല്ലിയാൽ മതി. ഇനി പുതിയ വസ്ത്രം ആദ്യമായിട്ട് നമ്മൾ ഇടുമ്പോൾ നമ്മൾ പറയണം, ഏതാണ് പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈറ മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈറ മാ സുനിഅ ലഹു വഅഊദു മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. അല്ലാഹുവേ, നീ തന്ന വസ്ത്രമാണ് ഞാൻ ധരിക്കാൻ പോവാണ്, നിനക്കാണ് സർവസ്തുതി. ഈ വസ്ത്രം ഏതൊന്നിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്, തണുപ്പിൽ നിന്ന് രക്ഷയാണോ, മഴയിൽ നിന്ന് രക്ഷമാണോ, ചൂടിൽ നിന്ന് രക്ഷയാണോ, അതിന്റെ ഖൈർ എനിക്ക് തരണം. അതല്ല ഇതിൽ എന്തെങ്കിലുമൊക്കെ ഷർറുണ്ടെങ്കിൽ, രോഗാണുക്കൾ ഉണ്ടെങ്കിൽ, അതെടുക്കുമ്പോൾ വൈറസ് ഉണ്ടെങ്കിൽ, ചൊറിച്ചിലുണ്ടെങ്കിൽ, അലർജി ഉണ്ടെങ്കിൽ നീ കാക്കണേ അല്ലാഹ് നടത്തം വരുന്ന ഈ ദുആ നമ്മൾ ചൊല്ലിയിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന ഇഷ്ടമുള്ള നിറങ്ങൾ ഏതൊക്കെയെന്നറിയോ? ഒന്നാമത് നബി തങ്ങൾ ധരിച്ചിരുന്നത് കറുത്ത വസ്ത്രമാണ്. നബി തങ്ങൾക്ക് ഒന്നാമത് ധരിച്ച വസ്ത്രം, ഒന്നാമത്തത് കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു എന്നാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹ് മക്ക, മക്കം ഫത്ഹിന്റെ അന്ന് നബി തങ്ങൾ ധരിച്ചിരുന്നു, കറുത്ത വസ്ത്രം ധരിച്ചിരുന്നതായി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം. അതോടൊപ്പം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബി പറയാണ്, ഞാനൊരു കറുത്ത പുതപ്പ് നെയ്ത് നബി തങ്ങൾക്ക് കൊടുത്തു, നബി തങ്ങൾ അത് വാങ്ങുകയും അത് ധരിക്കുകയും ചെയ്തിരുന്നു എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഒന്നാമത്തത് ലൗനുൽ അസ്വദ്, കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ലൗനുൽ അഹ്ലർ, കറുത്ത വസ്ത്രം ധരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കും ഉസ്താദെ, മരണ വീട്ടിലല്ലേ കറുപ്പ്? ഇസ്ലാമിൽ അങ്ങനെയില്ല. മരിക്കുമ്പോ കറുത്ത കൊടി കെട്ടുക, കറുത്ത ബാഡ്ജ് ധരിക്കുക, ഇസ്ലാമിൽ അങ്ങനെയില്ല. ഒരാൾ മരിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പറയേണ്ടവരാണ്. അല്ലെങ്കിൽ അല്ലാഹുമ്മ അജ്രിനി ഫി മുസീബത്തി വഖ്ലിഫ്നി ഫഖൈറൻ മിൻഹ എന്ന് നമുക്ക് പറയാം. അല്ലാതെ കറുത്ത കൊടിയും ഇസ്ലാമും യാതൊരു ബന്ധവുമില്ല എന്ന് ഇത്തരുണത്തിൽ ഉണർത്തുകയാണ്. രണ്ടാമത്തത് ലൗനുൽ അഹ്ലറാണ് എന്ന് പറഞ്ഞ പച്ച നിറം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്ന് തുർമുദി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി തങ്ങൾ പച്ച തട്ടം ധരിച്ചിരുന്നു, പച്ച ഷാള് ധരിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തത് ചുവപ്പ് കലർന്ന വസ്ത്രം, ചുവപ്പ് കലർന്ന വസ്ത്രം. പക്ഷേ കുങ്കുമ നിറത്തിലുള്ള ചുമന്ന നിറം ധരിക്കൽ ഹറാമാണ്, പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. പക്ഷെ ചുവപ്പ് കലർന്ന വസ്ത്രം നബി തങ്ങൾ ധരിച്ചിരുന്നു. നാലാമത്തതോ അള്ളാഹുവിന്റെ റസൂൽ ലൗനുൽ അബിയൽ, വെളുത്ത വസ്ത്രം. കൂടുതൽ നബി തങ്ങൾ ധരിച്ചിരുന്നത് വെളുത്ത വസ്ത്രമാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കും, അതിൽ ബറക്കത്തുണ്ട്, മയ്യിത്തുകൾക്ക് നിങ്ങൾ വെള്ള വസ്ത്രം പുതപ്പിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിറങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവർ, ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ് എന്ന്, പുരുഷന്മാർക്ക് ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുമാത്രമല്ല, നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വസ്ത്രം വാങ്ങുമ്പോൾ ശനിയാഴ്ച നമ്മൾ വസ്ത്രം വാങ്ങുമ്പോൾ വസ്ത്രം വാങ്ങാൻ പാടില്ല. ശനിയാഴ്ച വസ്ത്രം വാങ്ങിയാൽ നിത്യരോഗിയാകുമെന്നാണ് നമുക്ക് തദ്കിറത്തുൽ വാഇലിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. ശനിയാഴ്ച വസ്ത്രം വാങ്ങിയാൽ അത് ധരിക്കരുത്, അത് വാങ്ങരുത്, നല്ലതല്ല. ഞായറാഴ്ചയും വസ്ത്രം വാങ്ങാനും ധരിക്കാനും നല്ലതല്ല. തിങ്കളാഴ്ച വസ്ത്രം വാങ്ങാനും വസ്ത്രം ധരിക്കാനും നല്ല ദിവസമാണ് എന്ന് മഹാരഥന്മാർ. ചൊവ്വാഴ്ച വാങ്ങാനും പാടില്ല, ധരിക്കാനും പാടില്ല. അന്ന് വാങ്ങുന്ന വസ്ത്രം വേഗം നശിച്ചു പോകാനും അതുപോലെ നഷ്ടപ്പെട്ടു പോകാനും അത് ധരിക്കുന്നവർക്ക് മനോവിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ബുധനാഴ്ച നമുക്ക് വസ്ത്രം വാങ്ങാനും ധരിക്കാനും നല്ലതാണ്. അന്ന് ധരിക്കുന്ന പുതിയ വസ്ത്രങ്ങൾ ഒരുപാട് കാലം നിൽക്കുന്നതാണ്. അതുപോലെ വ്യാഴാഴ്ച നല്ലതാണ് വസ്ത്രം ധരിക്കാനും വാങ്ങാനും. വെള്ളിയാഴ്ച നല്ലതാണ് വാങ്ങാനും ധരിക്കാനും എന്ന് നമുക്ക് കാണാം. അപ്പൊ ചുരുക്കം പറഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വാങ്ങാൻ നല്ലതല്ല, വസ്ത്രം വാങ്ങാൻ നല്ലതല്ല. പിന്നെയോ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും അതുപോലെ പിന്നെന്താ ഉള്ളത്, ബുധനാഴ്ചയും വ്യാഴം വെള്ളി ഈ ദിവസങ്ങളിൽ നല്ല
വസ്ത്രം വാങ്ങാൻ നല്ലതാണ് എന്ന് ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, വസ്ത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ട് മടക്കി വെക്കുമ്പോൾ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കഴുകിയിട്ടു എന്നിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി കൊണ്ട് അലമാരിൽ വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അതിലേക്ക് ഊതിയിട്ട് വേണം നമ്മൾ മടക്കി വെക്കാൻ. അതിൽ ഇബ്ലീസ് വരൂല, ജിന്ന് വരൂല എന്ന ഹദീസുകൾ കാണാം. അള്ളാന്റെ നാമമുള്ളിടത്ത് ഇബ്ലീസിനും ജിന്നുകൾക്കും തടസ്സമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. വസ്ത്രം മടക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അതിലേക്ക് ഊതിയിട്ട് നമ്മൾ വെക്കുക. ഇനി അതല്ല, പുതിയ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ, പുതിയ വസ്ത്രം നമ്മൾ പെരുന്നാൾ ഒരു വസ്ത്രം വാങ്ങിയിട്ട് സൂറത്തുൽ കാഫിറൂന 10 തവണ, സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ വാങ്ങി ഒരു വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ വസ്ത്രത്തിൽ കുടഞ്ഞാൽ ആ വസ്ത്രത്തിൽ ബറക്കത്തുണ്ടാകും. ആ വസ്ത്രം നശിക്കൂല. ആ വസ്ത്രം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് മഹാരഥനാകുന്ന ഷുറൈജി ഇമാം ഫഖാഇൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാരഥൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടാകുന്നത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുറഞ്ഞ സമയമാണ് നമ്മുടെ ആശയം. ഇൻഷാ അല്ലാഹ് ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽ വെക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വസ്ത്രം തന്ന പടച്ച തമ്പുരാൻ നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ദാരിദ്ര്യങ്ങൾ തൊട്ട് അല്ലാഹു നമുക്ക് ആക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മര്യാദകൾ പാലിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ ചെയ്യാനുള്ള ദുആയൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ നബി തങ്ങൾ ധരിച്ചിരുന്ന കളറുകൾ നമ്മളും ധരിക്കാൻ തയ്യാറാണ്. സുന്നത്താണ്, അത് ചേർത്ത് പിടിക്കലാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെയുള്ള ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടണം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരമെന്ന ചാനൽ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ചാനലിലൂടെ ആത്മീയൊരു മജ്ലിസ് ഉണ്ട്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.